ആർമി വന്നാൽ അവർക്ക് ഉറപ്പാണ്, അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർമി പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥർ അവരെ വിളിക്കാതെ ആർമിക്ക് വരാൻ പറ്റൂല. അവർ ബെൽഗാമിലുണ്ട്, അവിടുന്ന് 6 മണിക്കൂർ കൊണ്ട് നമ്മുടെ സ്ഥലത്ത് എത്തുമെന്ന് അവർ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആർമിയെ വരുത്തണം. നമുക്ക് ആർമി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡിമാൻഡിങ് ആർമി. ബെൽഗാമിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരല്ല, ഒരു മലയാളികൾ മേജർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെപ്യൂട്ടി കമാൻഡറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് നമ്മളെ വിളിക്കുക, ഒരു സിവിൽ സർവൻറ്റ് അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ആർമി വന്നാൽ അത് ക്ലിയറായി കിട്ടും. അവർക്കും നല്ല പ്രതീക്ഷ ഉണ്ട്. ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളി പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കൊക്കെ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്രയും അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഈ 5 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അവർ പോയിട്ട് കുറച്ച് സമയം കൊണ്ട് അവർ മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നാളെ പറയും അത് നമ്മളതല്ല, വീണ്ടും അത് വൈകിക്കും. നമുക്കിനി സമയമല്ല. എന്ത് രീതിയിലാണെങ്കിലും നമുക്ക് കാണണ്ടേ. 5 ദിവസം കഴിഞ്ഞ് ഇനി ഹോപ്പൊന്നുമില്ല. പക്ഷേ ഏതായാലും ഇറങ്ങി തിരിച്ച് നമുക്ക് ആർമി വേണം. ആർമി വന്നാൽ എല്ലാം ക്ലിയർ ആവും. ആർമി വന്നില്ലെങ്കിൽ ഇത് ഇനിയും ഒരു 5 ദിവസം ഇനി അങ്ങോട്ട് പോകും. നമുക്ക് ചാനലിന് ഇതൊരു ന്യൂസ് ആയിരിക്കും, കുറേ നാട്ടുകാർക്കും അതിന് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു മാനസികാവസ്ഥ ആരും പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആർമി വേണം, ആർമി വരാതെ ഒരു രക്ഷയില്ല. നമ്മളെല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. CM പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആർമി വരാതെ ഒരു രക്ഷയില്ല. ശക്തമായ മണ്ണിടിച്ചിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഫോഴ്സൊക്കെ. അവർ റെഡിയാണ്. പിന്നെ ആരാണ് ഇത് വിളിക്കാത്തത്? ആർക്കാണ് പ്രശ്നം? അവർ റെഡിയാണ്. വീണ്ടും ഇത് ആവശ്യപ്പെടുന്നത് നമുക്ക് ഇതിന് നീതി കിട്ടാത്തതുകൊണ്ടാണ്. ഒരു ഷോ ആയിട്ട് വന്നതല്ല. ദയവ് ചെയ്ത് എല്ലാവരും, ഷോ അല്ല ഇത്. ഞങ്ങൾ ആവശ്യമാണ്. ആർമി വന്നാലേ ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ഇന്നും പറഞ്ഞാൽ അവർ റെസ്ക്യൂ നിർത്തി ഇനി നാളെ വീണ്ടും നാളെ രാത്രി ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇതേമാതിരിയാണ് നടക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് അവർ പറയാൻ പോകുന്നത്.